നമസ്കാരം. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് 1893 നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആയുസ് 50 വർഷമാണ് അതിൻ്റെ ശില്പി ബെനിക്കുക്ക് പറഞ്ഞിരിക്കുന്നത്. ചുണ്ണാമ്പും സുക്കി എന്ന മിശ്രിതം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജഭരണം പോയി, ബ്രിട്ടീഷുകാരെ നാട് കടത്തി, ജനാധിപത്യ ഭരണം വന്നു, പല സർക്കാരും മാറി മാറി വന്നു. അന്നത്തെ ഈ രാജാക്കന്മാരുടെ കാലത്തുള്ള ആ പാട്ടക്കരാറാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത്രയും വലിയ ഒരു ജലബോംബ് നെഞ്ചിൽ വെച്ചുകൊണ്ട് ഒരു ജനത മുഴുവനും ഭയന്നു കഴിയുകയാണ്. ഒരു മഴ വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആളുകളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചാൽ 5-6 ജില്ലകളാണ് അപ്രത്യക്ഷമാകുന്നത്. അന്നത്തെ ഈ പാട്ടക്കരാറനുസരിച്ച് തുച്ഛമായ വരുമാനമാണ് കേരളത്തിന് കിട്ടുന്നത്. ഈ കരാർ റദ്ദ് ചെയ്ത് പകരം ബദൽ സംവിധാനം ഉണ്ടാക്കണം. ഈ കരാർ റദ്ദ് ചെയ്ത് ഒരു ജനതയെ രക്ഷിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കണം. തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ കരാർ റദ്ദ് ചെയ്യണം. ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ്. ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള മുൻകരുതലോ സാങ്കേതിക വിദ്യകളോ ഒന്നും തന്നെ അവലംബിക്കാതെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. ഈ രാജ്യത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇതിനെ രാഷ്ട്രീയക്കാരും മറ്റും ഇതിനൊരു സീസണൽ വിഷയമാക്കി മാറ്റി ഒതുക്കുമെങ്കിലും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമായിരിക്കും ഉള്ള ദുരന്തമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. വയനാട് ദുരന്തത്തേക്കാൾ വലുതായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. ഓർക്കണം, ഓർത്താൽ നന്ന്.